ഇപ്പോൾ ഈ റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ലല്ലോ. ആദ്യമേ തന്നെ ഞാനത് വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യം വിശദമായി തന്നെ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയത്തിലെല്ലാം മറുപടി പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. ഗവൺമെൻറ് അതിന് തയ്യാറാണ്. ഒന്നും ഗവൺമെൻറ് മറച്ചു വെക്കാനില്ല. ഞാൻ ആദ്യത്തെ എൻ്റെ മീഡിയ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതിയും അതിന് മുമ്പ് പരിഗണിച്ചത് വിവരാവകാശ കമ്മീഷനാണ്. നിയമപരമായി മാത്രമേ ഗവൺമെൻറ് നീങ്ങാൻ കഴിയൂ. അപ്പോൾ ഹൈക്കോടതി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ സംവിധാനം പറയട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ ഭാഗം ശരിയാണെന്നല്ലേ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ സീൽ ചെയ്ത് ഞങ്ങളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് തടസ്സമില്ലല്ലോ. ഗവൺമെൻറ് ഒന്നിനും എതിരല്ല. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പരാമർശങ്ങളും ഹൈക്കോടതിനെ പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഹൈക്കോടതി എന്താണോ ഡയറക്ഷൻ തരുന്നത് അത് ഗവൺമെൻറ് നടപ്പാക്കും. ഒരു ഭാഗം അത് അതിനകത്ത് വരുന്ന ഈ പറയുന്ന ചില ഷൂട്ടിംഗ് സെൻറ്ററിലുണ്ടായ വിഷയം, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം ഞങ്ങൾ നടപ്പാക്കേണ്ട പ്രശ്നമുണ്ട്. സർക്കാർ കോടതി പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും എതിരെ ആക്രമണങ്ങളോ അല്ലെ ആരോടെങ്കിലും വഴിവിട്ട് ഇടപെട്ടിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണല്ലോ കോടതിയുടെ മുമ്പിൽ. അതിൻ്റെ ക്രിമിനൽ ഭാഗമാണല്ലോ കൂടുതൽ കോടതി പരിശോധിക്കാൻ പോകുന്നത്. എന്നാൽ സർക്കാർ ഭരണപരമായ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. സർക്കാർ ഭരണപരമായ കാര്യങ്ങൾ പരിശോധനയുടെ ഭാഗമായിട്ട് എല്ലാ തലത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കോൺക്ലേവിലേക്ക് പോവാണ്. നവംബർ മാസം 23, 24, 25 തീയതി കോൺക്ലേവ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങളൊരു 6 മാസമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. അത് ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പറഞ്ഞതിന് മുമ്പേ തന്നെ ഞങ്ങൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത് ഇന്നത്തെ അന്തരീക്ഷത്തിൽ കാതലായ മാറ്റം എന്തൊക്കെയാണ് വരുത്തേണ്ടതെന്നുള്ള ഭാഗം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അപ്പുറത്തേക്ക് ഇപ്പോൾ കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പരാമർശമുണ്ട്. ഇരകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, അവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്നില്ല എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്ത്. ഇതൊന്നും ഇപ്പോൾ ഞങ്ങളുടെ മുമ്പ് വിഷയമല്ല. കാരണം കൃത്യമായി ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ചതെന്നുള്ളത് ഞാൻ വിശദമായി നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിയമം ഈ സംസ്ഥാനത്ത് അത് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നതിന് ബാധ്യതയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ജുഡീഷ്യൽ ബോഡി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി ഈ പ്രശ്നം ഹൈക്കോടതി മുമ്പിലേക്ക് വന്നു കഴിഞ്ഞു. ഏത് തീരുമാനം ഹൈക്കോടതി പറഞ്ഞാലും നടപ്പാക്കാൻ ഗവൺമെൻറ് ബാധ്യതയുണ്ട്. അതിന് ഒരു ഇഞ്ച് ഞങ്ങൾ പുറകോട്ട് പോകും. പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ല. അതായത് ഇപ്പോൾ ഇന്ന് രാവിലെ മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഡൽഹിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വമേധയാ കേസെടുക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ താങ്കളും നേരത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞത് ഇക്കാര്യത്തിൽ ഈ പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കൂ, ഇപ്പം നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട. ആ ഭാഗം വിട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റുക. ഇതിലേതെങ്കിലും കാര്യത്തിൽ കേസെടുക്കണോ ഹൈക്കോടതി പറയട്ടെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ ഇന്നാൾ പറഞ്ഞു ഇന്നാൾ പറഞ്ഞില്ല എന്ന വാദഗതിയിലേക്ക് പോകണ്ട. അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. അദ്ദേഹം പറഞ്ഞത് പോസിറ്റീവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം കോടതി മുമ്പിലേക്ക് കേസ് വന്നു കഴിഞ്ഞു. കോടതി ഈ കാര്യത്തിൽ ഇത് വായിച്ച് പഠിച്ചതിന് ശേഷം ഇന്ന വിഷയങ്ങൾ കേസെടുക്കാം, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒന്നുമില്ല. ഇത് ഏതായാലും സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഞങ്ങളുടെ ഭാഗം വളരെ ക്ലിയറാണ്. നിങ്ങൾ ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താനാണ് ഇത് ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അഭിപ്രായം വന്നു. അങ്ങേയറ്റം നിയമം പഠിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഹേമ കമ്മീഷൻ തന്നെ കൃത്യമായി റിട്ടേൺ എഴുതി തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറയല്ല. അതിനകത്ത് പറയുന്നതും അതിനുശേഷം ആ ഉത്തരവ് അല്ല അവരുടെ ലെറ്റർ ആധാരമാക്കിയാണ് വിവരാവകാശ കമ്മീഷൻ കോട്ട് ചെയ്തിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചല്ലോ. ഇപ്പം കൊടുത്തതോ കൊടുക്കാത്തതോ എല്ലാം അങ്ങോട്ട് വിട്ടു. ഇപ്പം നമ്മുടെ നിയമത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലേക്ക് ഈ സംഗതി വന്നതോടുകൂടി അങ്ങേയറ്റം നിങ്ങൾക്ക് വിഷമിക്കേണ്ട, എല്ലാം സുതാര്യമായി നിങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അതനുസരിച്ച് ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ട്. അതായത് പാർവതി തിരുവോത്ത് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന് അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ പാർവതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് സർക്കാർ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്ന് പറയുന്നു. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി നടത്തിയ ഈ കോൺക്ലേവ് എന്തിനാണ്? അതുകൊണ്ട് തന്നെ സർക്കാരുടെ ഉദ്ദേശം ശരിയല്ല എന്നാണ് പറയുന്നത്. അതായത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് എത്രമാത്രം ശരിയാണ്? കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. അത് ബഹുമാനപ്പെട്ട പാർവതിക്ക് അത് കൃത്യമായി മനസ്സിലാകാഞ്ഞുകൊണ്ടായിരിക്കാം. കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയം,
സിനിമാ നയം എന്ന് പറഞ്ഞാൽ സിനിമ സീരിയൽ രംഗത്ത് നടപ്പാക്കേണ്ട ഭാവിയിലെ കേരളത്തിലെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻസാണ്. ആ ഡിസ്കഷനിൽ പങ്കെടുക്കേണ്ടത് ഇൻ്റർനാഷണൽ അടിസ്ഥാനത്തുള്ള ഫിഗേഴ്സ് വരും, ദേശീയ തലത്തിലുള്ള സിനിമ രംഗത്തെ പ്രഗത്ഭന്മാർ വരും, സംസ്ഥാനത്തെ പ്രഗത്ഭന്മാർ വരും, വിവിധ സംഘടനാ ഭാരകൾ വരും. ഓരോ സംഘടനയും നമ്മൾ പറയും നിങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരവാഹികൾ നിങ്ങൾ വിടണം, ഡെലിഗേഷൻ അങ്ങനെ വിടും. WCC പ്രതിനിധികൾ വരും. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടെല്ലാം ചർച്ച ചെയ്യണോ അവരെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും. അതെല്ലാം ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും, പേപ്പർ പ്രസൻറ്റേഷൻ കാണും, കൺക്ലൂഷൻ കാണും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഇനാഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് പോളിസിയോടെ അദ്ദേഹം അവിടെ പറയും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്ലേവ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ 24 ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ കോൺക്ലേവിൻ്റെ ഭാഗമായി പോളിസിയിലേക്ക് വരണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, കോൺക്ലേവ് വേറെ ഇത് വേറെ. ഈ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതുകൊണ്ട് ഈ പരാതിക്കാരും ആ ആരോപണ വിധേയരും ഒരുമിച്ച് കാരണം ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇനി ഞാൻ കമന്റ് പറഞ്ഞത് ശരിയല്ല. എന്നെ പിടിച്ച് ഇനി ഒരു കാര്യമില്ല. ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന ഒരു വിഷയത്തെ പറ്റി ഇനി ഞാൻ മറുപടി പറയാൻ പാടില്ല. ഹൈക്കോടതി പറഞ്ഞതിന്റെ മുമ്പിൽ ഞാൻ ഇനി ഒരു അഭിപ്രായം പറയാൻ പാടില്ല. നിയമപരമായി അത് വന്നു കഴിഞ്ഞു അവർ പറയും.